അതിനിടയ്ക്ക് ആ സമയത്ത് തന്നെ ഡ്രൈവിങ്ങും പഠിച്ചായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ് കുറച്ചൊക്കെ ആദ്യം ഡ്രൈവിങ് പഠിച്ചത് ഞാൻ പറയാം. ആദ്യം ഡ്രൈവിങ് പഠിച്ചത് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇങ്ങനെ എൻ്റെ കയ്യിൽ മാപ്പുണ്ടല്ലോ, മാപ്പിൽ ഇങ്ങനെ ചുമ്മാ നോക്കി ഇപ്പോൾ ഒരു സ്ഥലത്ത് മതി ആൾക്കാരൊന്നും ഇല്ല എന്നൊക്കെ തോന്നി. ആ സ്ഥലത്ത് വേണ്ട ഡ്രൈവിങ് പഠിക്കാൻ. അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഭാഗത്തായിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ ചെന്നിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കുറേയൊക്കെ പഠിച്ചു. ഇവനെവിടെയാ സ്ഥലം മറ്റോ നോക്കാനൊന്നും അറിയില്ല. ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണ്, പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ചെന്നു, ഇവൻ വന്നു. അവിടെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്നു കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഡ്രൈവിങ് അവിടെ കുറച്ച് നേരം ചെയ്തു. എനിക്ക് ആദ്യം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ആയിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് ചെയ്തൊന്നും നാട്ടിൽ കുറച്ച് ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി 800 അത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ. അതിൽ ഞാൻ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. 1-2 ദിവസമൊക്കെ പോയിട്ടുള്ളൂ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം മാത്രം ഡ്രൈവിംഗ് അവിടെ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഡ്രൈവിംഗ് സ്കൂളിൽ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ പോയത് എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വന്നിട്ട് അമേരിക്ക വന്നിട്ട് കൊളംബസിൻ്റെ ഒഹായോയിൽ വന്നു കഴിഞ്ഞിട്ട് ഡ്രൈവിങ് പഠിക്കാനായിട്ട് സീറ്റിൻ്റെ മുമ്പിൽ കയറിയപ്പോൾ ഇരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇതായിരുന്നു. പേടി എന്തോ എനിക്ക് ഭയങ്കര അപരിചിതമായ സ്ഥലത്തിരിക്കുന്ന പോലെ തോന്നി. സ്റ്റിയറിംഗ് വീലിൻ്റെ മുമ്പിൽ നിന്ന് ഇരിക്കുന്നു. പിന്നെ സ്റ്റിയറിംഗ് ഇങ്ങനെ മുമ്പിൽ, പിന്നെ ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ തോന്നി. പക്ഷെ ക്ലച്ചിലല്ലോ, ഡ്രൈവിംഗ് ആക്സിലേറ്ററും ബ്രേക്ക് പെഡലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞു ഒരു കാലം കൊണ്ടാണ് ആക്സിലേറ്ററും ബ്രേക്കും പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞത്. അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നി. അത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഇതിന് കുറച്ചൊക്കെ അത് പുള്ളി അതിനു മുമ്പ് ലേണേഴ്സ് പെർമിറ്റ് എടുക്കണമല്ലോ. ലേണേഴ്സ് പെർമിറ്റ് ഒക്കെ എടുത്തു, ഏതോ ടെസ്റ്റൊക്കെ ചെയ്ത് ലേണേഴ്സ് പെർമിറ്റ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. പുള്ളി ഇങ്ങനെ കുറച്ചൊന്നും കാര്യമായിട്ടൊന്നും പുള്ളിക്ക് പഠിപ്പിക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നിയില്ല. അതായത് ഇങ്ങനെ പുള്ളിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഇങ്ങനെ പഠിപ്പിക്കണമെന്നോ പുള്ളി പഠിപ്പിക്കാൻ മടിയൊന്നും കാണിച്ചില്ല. പുള്ളിക്കറിയില്ല എന്നെ എങ്ങനെ പഠിപ്പിക്കണ്ടേന്ന്. അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ മാപ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചു. ആ സ്ഥലത്തിന് ഇങ്ങനെ പുതിയ വീടുകളൊക്കെ പണിയുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ പോയി ഡ്രൈവിങ് പഠിക്കാമെന്നൊരു ഇതിലെത്തി. അത് പുതിയ വീടുകളൊക്കെ പണിയുന്ന സ്ഥലമാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓടിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ. അങ്ങനെ ഓടിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലത്ത് എത്തി. അവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ പഠിച്ചു. പക്ഷെ പുള്ളി അങ്ങനെ കാര്യമൊന്നും ഓടിക്കാൻ തരും, പക്ഷെ അങ്ങനെ ഒന്നും പുള്ളിയൊന്നും പറഞ്ഞു തരുന്നില്ല. ആകെ എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു ആക്സിലേറ്ററും ബ്രേക്കിൻ്റെ കാര്യം ഇങ്ങനെ ഒരു കാലം കൊണ്ട് തന്നെ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ ഒരു ദിവസം ടെസ്റ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു പോയി. അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒഹായോ സ്റ്റേറ്റിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ആദ്യം തന്നെ ഒരു പ്രത്യേക രീതിയിൽ വണ്ടി ഓടിക്കണം. അങ്ങനെ ആണ്ട രീതിയിലോ എന്തോ ഒരു രീതിയിൽ പ്രത്യേക രീതിയിൽ മുമ്പിലേക്കും ബാക്കിലേക്കൊക്കെ ഒരു ഗ്രൗണ്ടിൽ അഭ്യാസ പ്രകടനം കാണിക്കണം. അതിൽ എനിക്ക് റിവേഴ്സ് എടുക്കാനൊന്നും കാര്യമായിട്ടൊന്നും അറിയൊന്നുമില്ല, ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പം ഞാനും ഇവനും കൂടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അന്വേഷിച്ചായിരുന്നത് എവിടെയെങ്കിലും ഇതിങ്ങനെ അവിടെ ചെന്നിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു. ഇങ്ങനെ ആലോചിച്ചായിരുന്നു. ഞങ്ങൾക്ക് തോന്നി അത് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നി. വേറെ ഒരിടത്തും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാൽ ഇവൻ പറയണ്ടേ, ഇവൻ അങ്ങനെ പറഞ്ഞില്ല. അതായത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് ലോട്ടിൽ നിന്നിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്ത് പഠിക്കാമെന്ന്. ഈ അതൊന്നും പറഞ്ഞില്ല കേട്ടോ. അത് പറയാൻ പറഞ്ഞിട്ടായിരിക്കണം. പിന്നെ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നല്ലോ ആ ഭാഗത്തോ മലയാളികളായിട്ട്, ആ പരിചയക്കാര്. അവർക്കും ഇതിനകത്തൊന്നും വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ അമ്മമാരിങ്ങനെ വിളിക്കുന്നല്ലാതെ ഇതിന് ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റിയുള്ള ഉപദേശം നൽകാനുള്ള ഒരു താല്പര്യം കണ്ടില്ല. താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ അറിവില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. അവരുടെ കാര്യം അവരവിടെ അങ്ങനെ താമസിക്കുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും പിള്ളേരൊന്നുമില്ല.